എല്ലാവർക്കും യൂണിക്കോൺ എജു സീരീസിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരള സെറ്റ് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. സോ നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നേ കേരള സെറ്റ് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സ് ആയാലും ക്വാണ്ടം മെക്കാനിക്സ് ആയാലും മെട്രിക്സ് ആയാലും നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് വാച്ച് ചെയ്തിട്ടുള്ള കുറേ പേർക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പേഴ്സണലായിട്ടുള്ള അവരുടെ മെസ്സേജ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ കാണുന്നു. ഇനിയും സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ബാക്കിയുള്ളവർ ഈ വീഡിയോയും അതേപോലെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റ് ഫിസിക്സ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സോ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ, അതായത് 2022, 2023, നമുക്കറിയാം ഒരു വർഷത്തിൽ 2 തവണയാണ് സെറ്റ് നടത്തുക. 2022-23 ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. അതേപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ബേസ് ചെയ്തിട്ടും, അതേപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അതേപോലെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് കുറച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ ലെവൽ കുറച്ച് കുറച്ചിട്ട് മോഡേൺ ഫിസിക്സും അതേപോലെ സ്പെക്ട്രോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പറേഷന്റെ പാറ്റേൺ, അതായത് നേരത്തെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പാറ്റേൺ കുറച്ച് വ്യത്യാസപ്പെടുത്തേണ്ടതാണ്. അല്ലാതെ പുതിയ കുട്ടികളാണെങ്കിൽ ജസ്റ്റ് MSc പാസ് ചെയ്ത് ഫസ്റ്റ് ടൈം സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ നമ്മൾ പറഞ്ഞതുപോലെ 2022-23 ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിയപ്പോൾ കുറച്ചുകൂടി നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പോർഷനാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അതിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയി തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊന്നാണ് നമ്പർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കൺവേർഷൻ, ലോജിക് ഗേറ്റ്സ്, ബൂളിയൻ റൂൾസ്, ഇത്രയും കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ്റെ നമ്പറിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ പാർട്ട് 2 ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് ലോജിക് ഗേറ്റ്സിനെ വെച്ചിട്ടുള്ള ആദ്യത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലോജിക് ഗേറ്റ്സ് ഉണ്ടെന്ന് അറിയണം, ആ ലോജിക് ഗേറ്റ്സിന്റെ ട്രൂത്ത് ടേബിൾ അറിയണം, ബൂളിയൻ റൂൾസ് എന്താണെന്ന് അറിയണം, ബൂളിയൻ ലോസ് എന്താണെന്ന് അറിയണം, ഡിമോർഗൻസ് തിയറം അറിയണം, അതേപോലെ നമ്പർ സിസ്റ്റം, ഏതൊക്കെ നമ്പർ സിസ്റ്റം ഉണ്ടെന്ന് അറിയണം, അതിന്റെ കൺവേർഷൻ ഡെസിമലിലേക്കായാലും ബൈനറിയിലേക്കായാലും കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അത്രയും ബേസിക് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയല്ല, ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ, ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതേപോലെ നമ്പർ സിസ്റ്റത്തിനെയും ലോജിക് ഗേറ്റിനെയും പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂലൈ 2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരു ലോജിക് സർക്യൂട്ട് നമുക്ക് തരും, ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയേണ്ട കാര്യം ഈ സിംബൽസ്, ഈ ലോജിക് ഗേറ്റിന്റെ സിംബൽ ഏത് ലോജിക് ഗേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതിന്റെ ആൻസറിലേക്ക് കടക്കുകയാണെങ്കിൽ, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആൻസറിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ലോജിക് ഗേറ്റ്സ് എത്രയൊക്കെ ഉണ്ടെന്ന് പറയണം, അതിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് അറിയണം, അതേപോലെ അതിന്റെ ഔട്ട്പുട്ട് വരുമ്പം നമുക്ക് ഡിമോർഗൻസ് തിയറം യൂസ് ചെയ്യണമെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ വരുന്ന ഡിമോർഗൻസ് തിയറം അതേപോലെ ബൂളിയൻ റൂൾസ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ ആ ഓരോ ഗേറ്റിന്റെയും ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 2 ഔട്ട്പുട്ട് എയും ബിയും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുത്തിട്ടുള്ളത് 3 നാൻഡ് ലോജിക് ഗേറ്റ് ആണ്, നാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഒരെണ്ണം ഓർ ഗേറ്റും ആണ്.
അപ്പം നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ഓരോ സിമ്പിളിനകത്ത്, അതായത് ആദ്യത്തത് എയും ബിയും ആണെങ്കിൽ ഫസ്റ്റ് ലോജിക് ഗേറ്റിൽ വരുന്നത് എ ബി കോംപ്ലിമെന്റ് ആണ്. ആ എ ബി കോംപ്ലിമെന്റും എയും ആണ് മറ്റേ നാൻഡിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് എ ആൻഡ് എ ബി കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്നുള്ള ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. താഴത്തത് ഓർ ആണ്. അതേപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വൈ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ആദ്യം ഡിമോർഗൻസ് തിയറം വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ബൂളിയൻ ലോസ്, ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെങ്കിൽ അസോസിയേറ്റീവ് ലോ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതുകൂടി ഉപയോഗിച്ചിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് എ ബി കോംപ്ലിമെന്റ് എന്നാണ്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതിന്റെ ഒരു വോയിസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് വൈസ് നോട്ട്സ് പ്രിപ്പറേഷനോ അത് എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എ ബി കോംപ്ലിമെന്റ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ജൂലൈ 2022 ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ലോജിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഈക്വലന്റ് ആയിട്ട് വരുന്ന സിമ്പിൾ എക്സ്പ്രഷൻ ഏതാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഡിമോർഗൻസ് തിയറവും അതേപോലെ ബൂളിയൻ റൂൾസും നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം. ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് എന്നൊക്കെ വരും, ഓർ ബി കോംപ്ലിമെന്റ് എന്നൊക്കെ വരും. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് ആണ്. അതായത് എ ആൻഡ് എ വന്നു കഴിഞ്ഞാൽ അത് എ ആണ്. അത് ബൂളിയൻ റൂൾസിൽ വരുന്നതാണ്. സോ ബൂളിയൻ റൂൾസും നമുക്ക് അതേപോലെ ഡിമോർഗൻസ് തിയറവും കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇതിന്റെ സ്റ്റെപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് 2-3 സ്റ്റെപ്പ് ഇതിൽ ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബൂളിയൻ റൂൾസ് നമുക്ക് അറിയാമെങ്കിലും അല്ലെങ്കിൽ അതേപോലെ ഡിമോർഗൻസ് തിയറം അറിയാമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ സ്റ്റെപ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ആയ unicorneduseries@gmail.com അല്ലെങ്കിൽ ടെലഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ അതിന്റെ ആൻസർ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2023 ജനുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എഫ് ജനറേറ്റഡ് ബൈ ദ ലോജിക് നെറ്റ്വർക്ക് ഷോൺ. നേരത്തെ കൊടുത്തിരിക്കുന്നത് പോലെ, അതായത് നേരത്തെ കഴിഞ്ഞ വർഷം, അതായത് 2022 ചോദിച്ച അതേ ഒരു പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു ലോജിക് ഗേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 ആൻഡ് ഗേറ്റും അതേപോലെ ഒരു നോട്ട് ഗേറ്റും കൊടുത്തിട്ടുണ്ട്, ഒരു ഓർ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഇതിന്റെ ആൻസർ വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സ്റ്റെപ്പിലും എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം കംപ്ലീറ്റ് ഔട്ട്പുട്ട് എഫ് എന്താണെന്ന് എഴുതുക. സോ അതിൽ ഫസ്റ്റിൻ്റെത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് സെഡും വൈയും ഉള്ള ഇൻപുട്ട് ആണെങ്കിൽ സെഡ് വൈ എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെ വൈ എന്നുള്ളത് വൈ കോംപ്ലിമെന്റും എക്സും ആയിരിക്കും ഓർ ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് എക്സ് ഓർ വൈ കോംപ്ലിമെന്റ് ആണ് അതിന്റെ ഔട്ട്പുട്ട്. ആ 2 ഇൻപുട്ട് ആയിട്ടാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻഡ് ഗേറ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ കൊടുത്തതുപോലെ സെഡ് വൈ എക്സ് ഓർ സെഡ് വൈ കോംപ്ലിമെന്റ് എന്ന് വരും. വൈയും വൈ കോംപ്ലിമെന്റും 0 ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ എഫ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഇനി വരുന്ന സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈനറിയും നമ്പർ സിസ്റ്റത്തിനെയും അതേപോലെ ബൂളിയൻ ബൂളിയൻ സിസ്റ്റം, അതായത് ബൂളിയൻ റൂൾസും അതേപോലെ ഡിമോർഗൻസ് തിയറവും ലോജിക് ഗേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അടുത്ത സെറ്റിൽ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ജൂലൈയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൂളിയൻ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻവാലിഡ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയണമെങ്കിൽ ബൂളിയൻ റൂൾസ് എന്താണെന്ന് അറിയണം. 12 ബൂളിയൻ റൂൾസ് ആണുള്ളത്. അതിൽ 10 എണ്ണത്തിന് പ്രൂഫ് 12 റൂൾസിൽ ഒരു 3 എണ്ണം
മൂന്നെണ്ണത്തിന് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അതായത് അതെങ്ങനെയാണ് വരുന്നത്, അതായത് A+AB=A എന്നുള്ളൊരു ഒരു റൂൾ ഉണ്ട്. അതിനൊക്കെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പ്രൂഫുകളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ആ പ്രൂഫും നമുക്ക് ഡയറക്റ്റ് അതിനെ ചോദിക്കാനാണ് കാര്യം. പ്രൂഫിന്റെ സ്റ്റെപ്പ് അല്ല ഉദ്ദേശിച്ചത്, ആ ഒരു കാര്യങ്ങൾ അത് പ്രൂഫായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ലോസ് തന്നെയാണ്, അല്ലെങ്കിൽ ബൂളിയൻ റൂൾസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ A or 1 = 1 എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഓർ ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ട് ഓൾവേസ് 1 ആയിരിക്കും. അതേപോലെ ബി എന്ന് പറയുന്നത് A = A കോംപ്ലിമെന്റ് എന്നാണ്. A = A കോംപ്ലിമെന്റ് ഒരിക്കലും ആവില്ല. അപ്പം ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതേപോലെ A ആൻഡ് A എന്ന് പറയുന്നത് A ആണ്, അത് കറക്റ്റ് ആണ്. A or 0 എന്ന് പറയുന്നത് A ആണ്. സോ ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ബൂളിയൻ റൂൾസ് അറിയാവുന്ന ഒരാൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി തന്നെയാണ് ഇൻവാലിഡ് ആയിട്ടുള്ള ബൂളിയൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് സെറ്റ് ജൂലൈയിലെ 2023 ക്വസ്റ്റ്യൻ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ലോജിക് ഗേറ്റിനെ പറ്റിയിട്ടും നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ സിസ്റ്റം വിച്ച് ഹാസ് ബേസ് 16. സോ നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൽ 0 മുതൽ 9 വരെയുള്ള 10 നമ്പേഴ്സ് ആണ് ഉള്ളത്. അതിന്റെ ബേസ് അതുകൊണ്ട് 10 ആണ്. അതേപോലെ ബൈനറി എന്ന് പറയുന്നത് 1ഉം 0 ഉള്ള 2 നമ്പേഴ്സ് ഉള്ള നമ്പർ സിസ്റ്റം ആണ്. അതുകൊണ്ട് അതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് അതിന്റെ ബേസ് 8 ആണ്. 8 നമ്പേഴ്സ് ആണ് ഉള്ളത്. 0, 1, 2, 3, 4, 5, 6, 7 വരെയുള്ള 8 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. 8 നമ്പേഴ്സ് ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. അതേപോലെ ഹെക്സാഡെസിമലില് 0 മുതൽ 9 വരെയുണ്ട്. അത് കഴിഞ്ഞ് ABCDEF എന്നുള്ള നമ്പറാണ്, അല്ലെങ്കിൽ ആ ഒരു റെപ്രസെന്റേഷൻ ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ 16 ആണ് നമ്പേഴ്സ് ഉള്ളത്. അതിന്റെ ബേസ് 16 ആണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹെക്സാഡെസിമൽ ആണ്. സോ നമ്പർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത്, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, അതേപോലെ ഒക്ടൽ, ഹെക്സാഡെസിമൽ പഠിക്കുമ്പോൾ ഡെസിമലിൽ പഠിച്ചതിന് ശേഷം ബൈനറി പഠിക്കുക. ബൈനറിയുടെ ഡെസിമലിലേക്കുള്ള കൺവേർഷനും തിരിച്ച് ഡെസിമലിന് ബൈനറിലേക്കുള്ള കൺവേർഷനും പഠിക്കാം. അതേപോലെ ഒക്ടലും ഹെക്സാഡെസിമലും പഠിക്കുക. ഈ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, കൺവേർഷന്റെ ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നമ്പറിനെയും ഏത് പാർട്ടിലേക്ക്, ഏത് നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 312 ടു ദ ബേസ് 8 ഇൻറ്റു ഡെസിമൽ. അതായത് 8 ബേസ് ഉള്ള ഈ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 8 ബേസ് ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 312 എന്ന് പറയുന്നത് ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ ആണ്. അതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് പറയാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 202 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വിച്ച് ഓഫ് ദി സെറ്റ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള മറ്റ് ഗേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോർ ആൻഡ് നാൻഡ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അതായത് നോറും നാൻഡും ഉള്ള ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓർ, അതേപോലെ ആൻഡ്, നോട്ട് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഗേറ്റിന്റെ ഓപ്പറേഷൻസ് നോറും നാൻഡ് ഗേറ്റും വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ നമ്മൾ നമ്പർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ബൈനറി നമ്പർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിന്റെ 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നമ്പർ സിസ്റ്റം പഠിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം മാത്രമേ നമുക്ക് അറിയൂ. പക്ഷെ നമ്മുടെ മെഷീൻസ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ നമ്പർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബിറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അതായത് ഓരോ ബൈനറി ആയിട്ടാണ് നമ്പർ സ്റ്റോർ ചെയ്യുക. 0101 എന്നൊക്കെ ഫോമാറ്റിലായിരിക്കും ഓരോ നമ്പർ സ്റ്റോർ ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്പർ, ഇപ്പോൾ സപ്പോസ് ഞാൻ 1 എന്നുള്ള നമ്പർ പറയുകയാണെങ്കിൽ 4 ബിറ്റുള്ള സിസ്റ്റം ആണെങ്കിൽ അത് 0001 എന്നായിരിക്കും ആ നമ്പർ അവിടെ സ്റ്റോർ ചെയ്യുക.
അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ, അതായത് നമ്മളതിനെ സൈൻഡ് നമ്പേഴ്സ് എന്ന് പറയും, അങ്ങനെയുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷീൻ സിസ്റ്റത്തിൽ, അതായത് കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യണം, ബൈനറി ഉപയോഗിക്കണം. സോ നമുക്ക് ബൈനറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2's കോംപ്ലിമെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു നെഗറ്റീവ് നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു നമ്പറിന്റെ അതിന്റെ 2's കോംപ്ലിമെന്റ് ഫോമിലായിരിക്കും നമ്മളതിൽ സ്റ്റോർ ചെയ്യാം. നമ്മൾ ആ നമ്പർ സിസ്റ്റം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഹ്യൂമനും അതേപോലെ കമ്പ്യൂട്ടർ മെഷീൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, നമ്മൾ സിസ്റ്റം വാങ്ങിക്കുന്ന സമയത്ത് നമുക്കറിയാം 32 ബിറ്റ് സിസ്റ്റം, 64 ബിറ്റ് സിസ്റ്റം എന്നൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുക. പക്ഷെ മുന്നേ ഉണ്ടായിരുന്നത് 4 ബിറ്റ് 8 ബിറ്റ് എന്നൊക്കെ ഉള്ളതായിരുന്നു. അതായത് ഇപ്പം 64 ബിറ്റ് ബേസ് ചെയ്തിട്ടുള്ള അത്രയും നമ്പേഴ്സ് നമുക്ക് അതിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ കുറച്ച് ഡീറ്റെയിലും ഞാൻ പോകുന്നില്ല. നമുക്ക് എന്താണ് 2's കോംപ്ലിമെന്റ്, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്താണ് 2's കോംപ്ലിമെന്റ് എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കൺവേർഷന്റെ ഡീറ്റെയിൽസ്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 95 എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. 312 എന്ന ഒക്ട ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് പൊസിഷൻ കണ്ടുപിടിക്കുക. അതായത് ഏത് നമ്പറിന്റെ പൊസിഷനിലാണ് ഉള്ളത് എന്ന് അറിയാം. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്, നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ റൈറ്റ് സൈഡിൽ, അതായത് 2നെ 0 എന്നും 1നെ 1 എന്നും 3നെ 2 എന്നുമാണ് കൗണ്ട് ചെയ്യുക. അതായത് 0 1 2 3 എന്നുള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. അതായത് പൊസിഷൻ, ഓരോ നമ്പറിന്റെ പൊസിഷൻ കൗണ്ട് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പം 0 1 2 നമുക്ക് 3 ഡിജിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 0 1 2 എന്നാണ് നമ്പർ വരിക. അപ്പം നമ്മൾ 0 1 2, അപ്പൊ 3യുടെ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മൾ അറിയാം നമുക്കിത് ഒക്ടൽ നമ്പർ ആണ്. അപ്പൊ അതിന്റെ ബേസ് 8 ആണ്. അതുകൊണ്ട് 3 × 8⁻², അതായത് 3 × 8 സ്ക്വയർ. അതായത് ഈ 8 എന്ന് പറയുന്നത് അതിന്റെ ബേസും സ്ക്വയർ അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് അതിന്റെ പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറുമാണ്. അതിന്റെ കൂടെ ആഡ് ചെയ്യുക, പ്ലസ് 1 × 1 ആണ് നെക്സ്റ്റ് നമ്പർ, ഇൻറ്റു 8 × 1, അതായത് 8 എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ആണ്, 1 ആണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിന്റെ പൊസിഷൻ. ഇനി നമ്മൾ പറഞ്ഞു 2 എന്ന് പറഞ്ഞ അതിന്റെ പൊസിഷൻ 0യിലാണ് വരിക, 0th പൊസിഷൻ ആണ്. അതുകൊണ്ട് 2 × 8⁻². അപ്പൊ 3 × 8² എന്ന് പറയുന്നത് 192 ആണ്. 1 × 8 എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ 2 × 8⁻² എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് 202 ആണ് ആൻസർ ആയിട്ട് വരും. അപ്പം ഇതിനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ, അതായത് 10 ബേസ് ഉള്ള ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ 312നെ റെപ്രസെന്റ് ചെയ്യുക 202 എന്ന നമ്പർ വെച്ചിട്ടായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ 2 ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നില് ഒക്ടൽ ഡെസിമൽ നമ്പർ സിസ്റ്റം മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റതിൽ ഡെസിമൽ മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 312 നമ്മൾ ഒക്ടൽ ഡിവൈസിൽ റെപ്രസെന്റ് ചെയ്താൽ അതേ നമ്പർ നമ്മുടെ ഡെസിമലിൽ 202 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് മാത്രം മനസ്സിലാക്കുക. സോ കൺവേർഷനിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് തോന്നുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള ഒരു കൺവേർഷന്റെ ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് പാർട്ട്, എക്സ്പ്ലനേഷൻ. 97ന്റെ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ. അതിന്റെ 2's കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ തന്നിരിക്കുന്ന നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കാണണമെങ്കിൽ ആദ്യം ആ നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് കാണുക. 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി അതിലുള്ള 1ന് പകരം 0 എന്നും 0ക്ക് പകരം 1 എന്നും ആഡ് ചെയ്യുന്നതാണ് അതിന്റെ 1's കോംപ്ലിമെന്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് 10110111 ആണ്. സോ അതിന്റെ 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1നൊക്കെ 0 ആക്കുക, 0ഒക്കെ 1 ആക്കുക. അപ്പോൾ അതിന്റെ ആൻസർ 0100100 എന്നാണ് 1's കോംപ്ലിമെന്റ് വരിക. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2's കോംപ്ലിമെന്റ് ആണ്. 2's കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ അതിന്റെ 1's കോംപ്ലിമെന്റ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ 1's കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ 1's കോംപ്ലിമെന്റ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. 0100100 ആണ്. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുക എന്നുള്ള കാര്യം ഇത് അറിയണമെങ്കിൽ ബൈനറി അഡീഷൻ അറിയണം. ബൈനറി അഡീഷന്റെ റൂൾസ് അറിയണം, എങ്ങനെയാണ് ക്യാരി അതേപോലെ ഫോർവേഡ് വരുന്നതെന്ന് അറിയണം. നമ്മൾ ഈ ചാനലിൽ നമ്മൾ IIT ഫിസിക്സിനെ, ജാം ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതേ ക്വസ്റ്റ്യൻസ്, ഇത് സിമിലർ ആയിട്ടുള്ള ബൈനറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഒന്ന് കാണുക. ഈ ബൈനറി അഡീഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു അഡീഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇവിടെ ആഡ് ചെയ്യാൻ ജസ്റ്റ് 0+1 ആണ്, അതുകൊണ്ട് 1 തന്നെയാണ്. ബാക്കി 0 അങ്ങനെ തന്നെ എഴുതുക. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0100 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുക. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞതാണ്, നമ്മൾ 2022-23 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സെക്ഷൻസ് ഒക്കെ, അതായത് ടോപ്പിക് വൈസ് അവർ ചൂസ് ചെയ്യുന്നതൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. മെട്രിക്സ് ഒക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ, ചിലതിൽ വന്നിട്ടേ ഇല്ല. 2022 ചില ക്വസ്റ്റ്യൻസിൽ മെട്രിക്സ് വന്നിട്ടേ ഇല്ല. അതേപോലെ ക്വാണ്ടം മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസും വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ സെറ്റിന്റെ ഫിസിക്സിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോ ഡൈനാമിക്സിലെ കുറച്ച് ബേസിക് കാര്യങ്ങളും മാക്സ്വെൽസ് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ പാർട്ട് 3 ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, സെറ്റ് ക്വാളിഫൈ ചെയ്യുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.